നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കന് വെള്ള കളറായിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ടാം പാലിലാണ് നമ്മൾ ചിക്കന് കുക്ക് ചെയ്തെടുക്കുന്നത്. കട്ടിയുള്ള തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ചാൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിൽ നിന്ന് നല്ലതുപോലെ വേകുന്നുണ്ട്. ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കനൊക്കെ വെന്തതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കുക്ക് ചെയ്യാൻ പാടില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിടെ മിക്സ് ചെയ്യേണ്ട, കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്.